ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലിക്കടുത്ത് മഞ്ഞപ്ര പാടത്താണ്. എനിക്ക് പിറകിലായി നമുക്ക് കാണാം ഫുട്ബോളിന്റെ ആവേശം വിളിച്ചു ഓതിക്കൊണ്ട് വലിയൊരു കൂറ്റൻ ഫ്ലെക്സ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 100 അടിയോളമാണ് ആ ഫ്ലെക്സിന്റെ വലിപ്പം. ആ വലിപ്പം മാത്രമല്ല, അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം, ഫുട്ബോൾ എന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു കായിക വിനോദം കൂടിയാണ്. ആ തരത്തിൽ 3 പ്രധാന ടീമുകളുടെയും ഫ്ലെക്സ് ഒറ്റ ബോർഡിലാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ബ്രസീലിൻ്റെയുണ്ട്, അർജന്റീനയുണ്ട്, പോർച്ചുഗലുണ്ട്. 3 ടീമുകളുടെയും ഒന്നിച്ച് ഒരു പടുകൂറ്റൻ ഫ്ലെക്സ് ആണ് ഇവിടെ സ്ഥാപിച്ചത്. അത് സ്ഥാപിച്ച ഇവിടുത്തെ കായിക പ്രേമികളായ ആളുകൾ, അതിൽ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ്, വലിയൊരു ഫ്ലെക്സ് ആണല്ലേ? നമ്മളെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ 100 അടി വലിപ്പമുള്ള ഈ ഫ്ലെക്സിലേക്ക് എത്തിയത്. ഞങ്ങൾ ഈ പ്രദേശത്തുള്ള യുവ എന്ന് പറയുന്ന ക്ലബ്ബിലെ അംഗങ്ങളായിട്ടുള്ള കൂട്ടുകാരെല്ലാവരും കൂടിയാണ് ഞങ്ങൾ ഈ ഫ്ലെക്സ് ചെയ്തത്. ആദ്യമായിട്ട് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലെക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വെച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അക്ഷയ് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്. അക്ഷയ് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നത് ഏറ്റവും വലിയ ഫ്ലെക്സ് നമുക്കിവിടെ തൂക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആദ്യമായിട്ടൊരു പോൾ ഇട്ടു, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളുടെ ഫ്ലെക്സ് വെക്കാമെന്നുള്ള രീതിയിൽ. അങ്ങനെ ഗ്രൂപ്പിൽ പോൾ ഇട്ടപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് പോളിൽ വോട്ട് കിട്ടിയത് അർജന്റീനയ്ക്കാണ്. 20 പേര് വോട്ട് ചെയ്തു. ബ്രസീലിലെ 6 പേരാണ് വോട്ട് ചെയ്തത്. പോർച്ചുഗലിൻ്റെ വോട്ട് ചെയ്തത് 5 പേരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ടീമിൻ്റെ ഫ്ലെക്സ് വയ്ക്കണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പ്രതിപക്ഷ ബഹുമാനമുള്ള ആളുകളായതുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ 3 ടീമിൻ്റെയും കൂടിയും ഒരുമിച്ച് ഫ്ലെക്സ് വയ്ക്കാമെന്ന് ഞങ്ങൾ തീരുമാനത്തിലെത്തി. ആ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് 3 ടീമിൻ്റെയും ഫ്ലെക്സ് വയ്ക്കാമെന്ന് തീരുമാനിക്കുകയും, കാരണം നെയ്മറിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പാണ്, മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പാണ്, റൊണാൾഡോയുടെ അവസാനത്തെ വേൾഡ് കപ്പാണ്. ഈ നേരത്തെ പറയുന്ന ഒരു ലാസ്റ്റ് ഡാൻസ് ആണ്. അപ്പോൾ എല്ലാവരുടെയും കൂടി ലാസ്റ്റ് ഡാൻസ് ഞങ്ങൾ ഒരുമിച്ച് ഈ വലിയ പടുകൂറ്റം ഫ്ലെക്സിലേക്ക് ഞങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ബ്രസീൽ ഫാനാണല്ലേ? കപ്പടിക്കോ? എന്തായാലും കപ്പടിക്കും. ഇപ്രാവശ്യം ബ്രസീൽ കപ്പടിക്കോ? നെയ്മറിനൊരു കപ്പ് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അവിടെ എല്ലാവരും കൂടെ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് 2014 വേൾഡ് കപ്പ് കിട്ടി. സുൽത്താനെ കണ്ടു വളർന്ന സുൽത്താൻ ഈ വട്ടം കപ്പടിച്ചിട്ടാണ് കളം വിട്ട് പോകത്തുള്ളൂ. എന്തായാലും പോർച്ചുഗലിന്റെ ഫ്ലെക്സ് കൂടി ഉണ്ട്. പോർച്ചുഗൽ ഫാൻസ് ആരും ഇല്ലേ? പോർച്ചുഗലുകാരുണ്ട്. എന്താണ് ഇവിടെ ഒരു ന്യൂനപക്ഷമാണോ? അങ്ങനെ തോന്നുന്നു. ഞങ്ങൾക്കത് നേരിട്ട് കാണാം, കളിയിൽ കാണാം. നമുക്കത് ഇവിടെ ആള് അംഗസംഖ്യ ഇവിടെ കുറവാണെങ്കിലും കളിയിൽ കാണാം. കപ്പ് തൂക്കും. കപ്പ് തൂക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൂക്കും. റൊണാൾഡോ കരിയർ കപ്പില്ലാതെ അവസാനം ഇല്ല അതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. കപ്പ് ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. ഇതാണ്, വലിയ ആവേശത്തിലാണ് ഇവിടുത്തെ ഫുട്ബോൾ ആരാധകർ. അവർ പറയുന്നത് പോലെ 3 ടീമുകളുടെയും ഫ്ലെക്സ് ആണ് ഇവിടെ സ്ഥാപിച്ചത്. അതൊരു പ്രതിപക്ഷ ബഹുമാനത്തിന്റെ, അല്ലെങ്കിൽ ഒരു ഫുട്ബോളിന് മാത്രമുള്ള, ഒരു പക്ഷേ സ്പോർട്സിന് മാത്രം കിട്ടുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊണ്ടുള്ള ഒരു ബോർഡ് കൂടിയാണെന്ന് പറയാം. അവർ ഭൂരിപക്ഷാഭിപ്രായം അർജന്റീനയ്ക്കൊപ്പമായിരുന്നെങ്കിലും അവർ അതിനോടൊപ്പം തന്നെ നെയ്മറെയും അതോടൊപ്പം പോർച്ചുഗലിനെയും ബ്രസീലിനെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലെക്സ് ബോർഡ്, 100 അടി വരുന്ന ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചു എന്നതാണ് ഇവർ അവകാശപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP ഇൻ റിപ്പോർട്ടർ, കൊച്ചി.